വാർത്തകളിലേക്ക് വിശദമായി. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ റൌഫ് നടത്തിയത് ബ്ലാക്ക്മെയിലിംഗിന്റെ തെളിവുകൾ ജയ്ഹിന്ദ് ന്യൂസിന് ലഭിച്ചു. കോടികൾ ആവശ്യപ്പെട്ടുള്ള വിലപേശലാണ് റൌഫ് നടത്തിയത്. പോലീസ് സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനിടയിൽ പോലും ഫോണിലൂടെ റൌഫ് വിലപേശൽ നടത്തി. ജയ്ഹിന്ദ് ഇൻവെസ്റ്റിഗേഷൻ. കെ പി ബഷീർ എന്ന വ്യവസായി ഇടനിലക്കാരനാക്കി റൌഫ് നടത്തുന്ന വിലപേശലിന്റെ സംഭാഷണങ്ങളിലേക്ക് ആദ്യം. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ റൌഫ് നടത്തിയ വെളിപ്പെടുത്തലുകളുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? ജയ്ഹിന്ദ് ഇൻവെസ്റ്റിഗേഷൻ ടീം യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. മലപ്പുറത്തെ വ്യവസായി കെ പി ബഷീറുമായി റൌഫ് നടത്തിയ ടെലിഫോൺ സംഭാഷണങ്ങൾ ഇയാളുടെ ഉദ്ദേശങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ബഷീറിനെ ഇടനിലക്കാരനാക്കി വിലപേശുകയാണ് റൌഫ്. 5 കോടി ലഭിച്ചാൽ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറാമെന്നാണ് റൌഫ് പറയുന്നത്. അപ്പോ എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടണം. ഞാൻ പൈസ മുടക്കി വാങ്ങിയ സ്ഥലം അതിന്റെ ഒരു ഇതടക്കം നിങ്ങൾ വാങ്ങിത്തരണം. ഈ 2 കാര്യങ്ങളേ ഉള്ളൂ എനിക്ക്. പിന്നെ എനിക്ക് വരാനുള്ളത് ഞാൻ സഹിക്കാം, അയാൾക്ക് വരാനുള്ളത് അയാൾ സഹിക്കാം, കേസുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ നല്ല നിലക്ക് പോകണമെന്ന് വിചാരിച്ചാൽ ഇപ്പൊ അവസാനം ഒരു പരിധിക്കപ്പുറം ഞാൻ അയാൾക്ക് കോടതിയിൽ അനുകൂലമായിട്ട് പറയേണ്ടി വരും. വന്നാലല്ലേ അയാൾക്ക് ഊരി കിട്ടുള്ളൂ. വേണ്ടേ? കേസ് വരികയാണെങ്കിൽ വേണ്ടി വരും. വേണല്ലോ. അതേസമയം ഇയാൾ അനുകൂലമായിട്ട് എനിക്ക് പറഞ്ഞിട്ട് എന്റെ കേസെല്ലാം വിട്ടുപോകണ്ടോ? ഇല്ലല്ലോ, ഞാൻ സർക്കാരായിട്ടല്ലേ കേസ്. ഇയാളെ കേസിൽ അതായിരിക്കുമല്ലോ, ഞാനായിരിക്കുമല്ലോ സാക്ഷി. അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങൾ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ട് മൂപ്പരോട് സംസാരിക്കും. തുടർന്നുള്ള സംഭാഷണങ്ങളിൽ പരാമർശിക്കുന്ന മോഹൻരാജ് റൌഫിൽ നിന്ന് പലിശയ്ക്ക് വൻ തുക വാങ്ങുകയും ബ്ലേഡ് പലിശ കൊടുക്കാൻ നിവർത്തിയില്ലാതെ ആത്മഹത്യയുടെ വക്കിലെത്തുകയും ചെയ്ത വ്യക്തിയാണ്. മോഹൻരാജിനെ ഭീഷണിപ്പെടുത്തി 3.5 കോടിയുടെയും 5 കോടിയുടെയും ചെക്ക് വാങ്ങിയ റൌഫ് മോഹൻരാജിനെതിരെ കോടതിയിൽ വണ്ടിച്ചെക്ക് കേസ് ഫയൽ ചെയ്യുകയായിരുന്നു. ഈ കേസിലാണ് 5 കോടിയുടെ സ്രോതസ് വെളിപ്പെടുത്താൻ റൌഫിനോട് കോടതി ആവശ്യപ്പെട്ടത്. തുടർന്ന് നടന്ന ആദായനികുതി റെയ്ഡിൽ റൌഫ് ഉണ്ടാക്കിയ വ്യാജ സീലുകളും രേഖകളും കണ്ടെടുക്കുകയും റൌഫ് ജയിലിലാകുകയും ചെയ്തു. ഈ കേസ് ഒത്തുതീർപ്പാക്കിയതിലൂടെ ഉണ്ടായ നഷ്ടം കുഞ്ഞാലിക്കുട്ടി നികത്തണമെന്നാണ് റൌഫ് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കും പോയിന്റ്സ്. ഈ കാര്യങ്ങൾ സംസാരിച്ച് അതിന് രൂപം ഉണ്ടാക്കണം. മോഹൻരാജിന്റെ കാര്യത്തിൽ എനിക്ക് വരുന്ന നഷ്ടം മൂപ്പര് നിർത്തി തരണം. ഞാൻ ജയിലിൽ പോയി നിങ്ങൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ അതിന്റെ ആവശ്യമില്ലെന്നും പറഞ്ഞു. മോന്റെ തന്നെ ഞാൻ വാങ്ങിക്കോളായിരുന്നു. എന്താ പഠിച്ചോ, നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. ഇല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എനിക്ക് കിട്ടാനുള്ള എമൗണ്ടിൽ എത്രയാണോ അതിൽ എത്ര വെച്ചിട്ടാണോ ഓൻ തന്നത് അതിൽ വരുന്ന നഷ്ടം അയാൾ വക വെച്ച് തരണം എന്നാ ഞാൻ പറഞ്ഞു. ബാക്കി ഞാൻ ഓനോട് വാങ്ങിക്കോളാന്നാ പറഞ്ഞു. അല്ല, അത് മോഹൻരാജിട്ടില്ല സംസാരിക്കണ്ടേ? അത് ഞാൻ സംസാരിച്ചോളൂ. അല്ല, ഞാൻ നിങ്ങളോട് കൂടി സംസാരിക്കാം. അതിപ്പോ നിങ്ങളോട് പറയാൻ പറ്റുന്ന സാഹചര്യം ഇല്ല എനിക്ക്. കാരണം വെച്ചാൽ അത് ഏകദേശം ഇപ്പൊ ഒരു ധാരണയിൽ ഞങ്ങൾ എത്തി നിൽക്കാണ്. മനസ്സിലായില്ലേ? അല്ല, ധാരണയിൽ എത്തിക്കൂടെങ്കിൽ പിന്നെ എങ്ങനെ നഷ്ടം മൂപ്പരോട് എന്താ പഠിച്ചോനെ ചെയ്യാ മനസ്സിലാവില്ല. ബഷീർ, നമ്മളെ കേസ് വീക്കാവുമ്പോ നമ്മളെന്താ ചെയ്യാ? നമ്മളത് വേറെ സെറ്റിൽ ചെയ്ത് വിടാൻ നോക്കൂലേ? ഇയാളായിട്ടുള്ളത് നോക്കാതെ ഞാൻ ഓനായിട്ട് വേറെ സെറ്റിൽമെന്റ് സംസാരിച്ചിരിക്കണു. അപ്പൊ ആ സെറ്റിൽമെന്റ് എന്തായിരിക്കും വെച്ചാൽ കിട്ടണമെന്ന് കിട്ടട്ടെ, നമ്മൾ തടിയിൽ കഴിക്കലായി കിട്ടിയാൽ മതി എന്നല്ലേ നമ്മൾ നോക്കുക. ഇൻവെസ്റ്റിഗേഷൻ ടീം, ജയ്ഹിന്ദ് ന്യൂസ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യുന്നതിനിടയിലും വിലപേശൽ തുടരുന്ന സംഭാഷണ ദൃശ്യങ്ങളിലേക്ക്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യുന്നതിനിടയിലും വിലപേശൽ തുടരുകയാണ് റൌഫ്. ഞാൻ കമ്മീഷണർ എടുത്താണുള്ളത്. ഞാൻ അപ്പൊ തുടങ്ങിയത് എന്റെ മൊഴി എടുത്തുകൊണ്ടിരിക്കാം. ഞാൻ അതിന്റെ ഇടയിൽ ലോകം പറഞ്ഞ് ഫോൺ എടുത്തതാ. ടിവിയിൽ കൃഷി കളിക്കണ്ടല്ലോ, റൌഫിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കിയിട്ടില്ലേ, ഞാൻ അപ്പൊ വീട്ടിൽ നിന്ന് വന്ന് കയറിയിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്താ തോന്നുന്നു? മൂപ്പരായി നന്നേരില്ലേ? എനിക്ക് ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് നിൽക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, എന്നാ ബാക്കി പിന്നെ പറയാം. സാറ് വെയിറ്റ് ചെയ്യാം. ഓക്കെ. 5 കോടി നൽകിയാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാമെന്ന വാഗ്ദാനവുമുണ്ട്. ഫുള്ള ഡിമാൻഡ് 5 കോടി റുപ്യ ഓന്റെ സ്ഥലം ശരിയാക്കി കൊടുക്കണം എന്നാ അവന്റെ ആവശ്യം. അതാ ഇൻവെസ്റ്റിഗേഷൻ ടീം, ജയ്ഹിന്ദ് ന്യൂസ്. ഇനിയാണ് യഥാർത്ഥ ഉദ്ദേശം വ്യക്തമാകുന്നത്. കേസിൽ പരമാവധി ആശയക്കുഴപ്പം ഉണ്ടാക്കിയെന്നാണ് റൌഫ് വെളിപ്പെടുത്തുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷമുള്ള റൌഫിന്റെ പ്രതികരണത്തോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നു. ഞങ്ങള് താമസമില്ലാതെ പെട്ടെന്ന് സംസാരിച്ചു തുടങ്ങിക്കോളി, ബാക്കി നമുക്ക് നോക്കാം. ആയിക്കോട്ടെ. അല്ല, ഇനിയിപ്പോ ഈ ബഹളത്തില് വേറെ വല്ലതും ഇല്ലല്ലോ? ഇല്ല, ഇനി ഞാൻ എന്റെ ഒരു പത്രസമ്മേളനം നടത്തും. ഞാൻ അതല്ലാന്നേ ഈ പോലീസിന്റെ ഭാഗത്ത് എൻക്വയറിയില്
ഇപ്പൊ ആസ്പെക്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അതിന്റെ അന്വേഷണ രീതിയിൽ അങ്ങനെ പോകും. ഓക്കെ ഓക്കെ. അല്ല ഒന്നും മൂപ്പരടുത്തേക്ക് എത്താത്ത രീതിയിലുള്ള മാതിരിയൊക്കെ ആയിട്ട് എന്നിട്ട് ആകെ കൺഫ്യൂഷൻ ആക്കി വിട്ടേണ്ടിയാണ്. ഓക്കെ 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 ഓക്കെ. പക്ഷെ വെളച്ചിലായിട്ട് വരണ്ട. മനസ്സിലായി. അതിപ്പോ എപ്പോഴും അതിങ്ങനെ പറയേണ്ട കാര്യമില്ല. അല്ല, അത് പറഞ്ഞാലും മൂപ്പര് തന്നെയുള്ള ചെയ്യണത്. അല്ല, രണ്ടാളോടും പറയേണ്ടത് തന്നെയാണ്. ഞാൻ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യാനോ. കഴിഞ്ഞല്ല. ഇല്ല ഒന്നുമില്ല. പിന്നെ അവര് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ADGPന്റെ മുമ്പിൽ ഇരുന്നിട്ട് സംസാരിക്കുക. ഇല്ല വേറെ തിരിച്ചു പോയിക്കൊണ്ട് പുറപ്പെട്ടേ ഉള്ളൂ. അതെ, ശരി, താങ്ക് യു. പറയും. അപ്പോ നാളെ പരീക്ഷ വരാം. നാളെ വരും. ആയിക്കോട്ടെ, ഞാൻ ഏതായാലും അനിഫാൻ ഏത് കാണും ചെയ്യാം. ഓക്കെ, അതല്ലേ, അങ്ങനെയാണ് പോട്ടെ. നമുക്ക് എല്ലാവരും വേണമല്ലോ. ഓക്കെ 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 ഓക്കെ. കൊട്ടിഘോഷിച്ച് വലുതാക്കിയ വിവാദത്തിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്കാണ് ഈ വസ്തുതകൾ വിരൽ ചൂണ്ടുന്നത്. പുറത്തുവിടുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. വരും ദിവസങ്ങളിൽ ഈ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ പിന്നിലെ കൂടുതൽ വിവരങ്ങൾ ജയ്ഹിന്ദ് ന്യൂസ് പുറത്തുവിടും. ഇൻവെസ്റ്റിഗേഷൻ ടീം, ജയ്ഹിന്ദ് ന്യൂസ്.